ഇന്റീരിയർ വർക്കുകളിൽ പ്രധാനമായിട്ടും പ്ലൈവുഡ് കൊണ്ടുള്ള വർക്കുകളിൽ, അതായത് നമ്മുടെ കട്ടില്, വാൾഡ്രോബ്, സ്റ്റഡി ടേബിള്, ഡ്രസ്സിങ് യൂണിറ്റ് ഇതേപോലെയുള്ള വർക്കുകളിൽ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എൻജിനീയേഴ്സ്, ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഡിസൈനേഴ്സ് ഒക്കെ ചെയ്യുന്ന രീതികൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പ്രധാനമായിട്ടും പ്ലൈവുഡിൻ്റെ വർക്കുകൾ വരുന്ന സമയത്ത് നമുക്ക് വളരെയധികം എക്സ്പെൻസ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഇതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റും, രണ്ടാമത്തേത് ഇതിങ്ങനെ ചെയ്തെടുക്കാനുള്ള ലേബർ കോസ്റ്റിലുമാണ്. അതായത് പ്ലൈവുഡുകൾ മേടിച്ചതിന് ശേഷം ഇതേപോലെയുള്ള മൈക്ക ലാമിനേറ്റ് ഷീറ്റുകൾ മേടിച്ച് ഗം ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് വെക്കുകയാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. അവിടെ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. കാരണം നമ്മുടെ ലേബറിൻ്റെ സ്കില്ലിനനുസരിച്ചിട്ടാണ് ഇത് എത്രത്തോളം നന്നായിട്ട് ഒട്ടിക്കാൻ സാധിക്കും എന്ന് പറയാനാവുക. ചിലപ്പോൾ നമ്മുടെ ലേബർ അത്ര സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഈ എഡ്ജുകളിൽ വരുന്നത് വളരെ ഇംപെർഫെക്ഷൻസ് ആയിരിക്കും. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് കൊടുത്താൽ മാത്രമേ നമുക്കും കസ്റ്റമർക്കും ഒക്കെ ഒരേപോലെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്തു വരാറുള്ളത്, എഡ്ജുകൾ ഒട്ടിക്കുന്ന കേസായാലും അല്ലെങ്കിൽ മൈക്ക ലാമിനേറ്റുകൾ ഇതിൻ്റെ മുകളിൽ പ്രസ് ചെയ്യുന്ന കേസായാലും നമ്മൾ മെഷീനറിനെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എഡ്ജുകൾ നമ്മൾ മുമ്പ് കാലത്ത് ചെയ്തിരുന്നത് ഈ മൈക്കയുടെ തന്നെ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഇവിടെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഒട്ടിച്ചു വെക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് പുതിയ പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന തരത്തിലുള്ള എഡ്ജ് ബാൻഡുകൾ, ഇത് PVC മെറ്റീരിയലാണ്. മൈക്ക അത്തരത്തിലുള്ള മെറ്റീരിയൽ അല്ല. മൈക്ക നമ്മുടെ ചിരട്ടയുടെയൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്ന ഒരു ഷീറ്റ് തന്നെയാണ്. PVC കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സെയിം ഡിസൈനിലും വുഡൻ ഗ്രെയിൻസിലും കളറിലൊക്കെ വരുന്ന ഇത്തരം മെറ്റീരിയൽസ് നമ്മൾ എഡ്ജസിൽ വെച്ച് മെഷീൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ പ്രസ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ എഡ്ജ് ബാൻഡിങ് എന്നാണ് വിളിക്കുക. എങ്ങനെയാണ് മെഷീൻസ് ഉപയോഗിച്ചിട്ട് മൈക്ക ഇതിലേക്ക് ഒട്ടിക്കുക, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള എഡ്ജ് ബാൻഡുകൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എഡ്ജുകൾ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ എക്സ്പെൻസിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്നുള്ള കാര്യവും ഈ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ നമ്മുടെ വർക്കിൻ്റെ തന്നെ കുറച്ച് ബാക്കി പീസസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ പീസിൻ്റെ അകത്തേക്ക് എഡ്ജ് ബാൻഡ് ഒട്ടിച്ച് കഴിയുമ്പം എന്തായിരിക്കും ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ആ ഒരു ഫിനിഷിംഗ് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത്, റോ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിൻ്റെ എഡ്ജ് ഇരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. രണ്ട് സ്റ്റേജായിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമുക്ക് പ്ലൈവുഡ് ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ട് മൈക്ക ലാമിനേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് പ്രസ് ചെയ്ത് തരുന്ന ഒരു പരിപാടി, ഇത് ഒട്ടിക്കുന്ന ഒരു പരിപാടി. അത് ഓൾറെഡി നമ്മുടെ വർക്കിൽ ഇതേപോലെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പീസസാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തത് ഇനി ചെയ്യാനുള്ള പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെയുള്ള എഡ്ജ് ബാൻഡുകൾ ഈ ഒരു ഭാഗത്ത്, ഈ രണ്ട് സൈഡിലും കറക്റ്റായിട്ട് നമുക്ക് പ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. അത് കറക്റ്റായിട്ട് നമുക്ക് ക്യാമറയിൽ അവർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള വിഷ്വലുകളൊന്ന് എടുത്തിട്ട് വരാം.
ഇതാണ് നമ്മൾ ഫാക്ടറിയിൽ വെച്ച് പ്ലൈവുഡ് ലാമിനേറ്റ് ചെയ്താൽ ലഭിക്കുന്ന ഫിനിഷിങ്. പ്ലൈവുഡ് നമ്മൾ മേടിച്ചു കൊടുക്കുക, മൈക്ക നമ്മൾ മേടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ മേടിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും ഈ കമ്പനികൾ തന്നെ പ്ലൈവുഡ് മൈക്കയൊക്കെ പർച്ചേസ് ചെയ്ത് നമുക്ക് ലാമിനേറ്റ് ചെയ്ത് തരും. അത് നമ്മുടെ ചോയ്സാണ്, മെറ്റീരിയൽ നമ്മൾ മേടിച്ചു കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. പ്ലൈവുഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഇവർ ഗമ്മ് അപ്ലൈ ചെയ്തിട്ട് മൈക്ക ഒട്ടിച്ച് കോൾഡ് പ്രസ് എന്ന് പറയുന്ന പ്രോസസ്സിന് വിധേയമാക്കും. മണിക്കൂറാണ് ഇവിടെ മെഷീന് പ്രസ് ചെയ്യുക. അപ്പോഴേക്കും മൈക്ക നന്നായിട്ട് പ്ലൈവുഡിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷമാണ് നമ്മൾ മുമ്പ് വിഷ്വലിൽ കാണിച്ചതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള കബോർഡിൻ്റെയും ഡോറിൻ്റെയും ഒക്കെ സൈസിൽ കട്ട് ചെയ്തിട്ട് എഡ്ജ് ബാൻഡിങ് ചെയ്യുന്നത്. സൈറ്റിൽ ചെയ്യുന്നതും ഫാക്ടറിയിൽ ചെയ്യുന്നതും തമ്മിലുള്ള കോസ്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് 45 രൂപയാണ് മൈക്ക ഒട്ടിക്കാൻ ലേബർ ചാർജ് വരുന്നത്. 32 സ്ക്വയർ ഫീറ്റുള്ള ഒരു പ്ലൈവുഡിൻ്റെ മുകളിൽ മൈക്ക ഒട്ടിക്കാൻ 1440 രൂപ നമുക്ക് ലേബർ കോസ്റ്റ് വരും. എന്നാൽ ഇത് ഫാക്ടറിയിൽ ചെയ്താൽ 350 രൂപ മാത്രമേ വരുന്നുള്ളൂ. രണ്ട് ഭാഗത്തും മൈക്ക ഒട്ടിക്കണമെങ്കിൽ 650 രൂപയാണ് കോസ്റ്റ് വരിക. സൈറ്റിലാണെങ്കിലോ എത്ര ഷീറ്റ് മൈക്ക ഒട്ടിച്ചു എന്നത് എണ്ണി നോക്കി സ്ക്വയർ ഫീറ്റിന് പൈസ മേടിക്കും. എഡ്ജ് ബാൻഡിങ് ചെയ്യുന്നതിന് ഒരു മീറ്ററിന് 60 രൂപ മുതൽ 65 രൂപ വരെയാണ് ഫാക്ടറിയിൽ ചാർജ് വരിക. ഇത് ബോറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ആണി അടിക്കാതെ പാർട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാനാണ് ഇത്തരത്തിൽ ബോറിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ സർവീസ് ചെയ്യുന്നത് ഫർണിയ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് ഈ സ്ഥാപനം ഉള്ളത്. കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലക്കാർക്ക് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥാപനം കൂടെയാണ് ഫർണിയ എന്ന് പറയുന്നത്. നമുക്ക് ഏതായാലും ഈ സ്ഥാപനത്തിൻ്റെ ആളുകളോട് അവരുടെ വേറെ എന്തൊക്കെ സർവീസസ് ആണ് അവർ തരുന്നതെന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ചോദിച്ചു വിടാം. മൻസൂർക്ക് 1-2 കാര്യങ്ങൾ ചോദിക്കാനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയർ എന്നുള്ള നിലക്ക് ഞാനോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പ്ലൈവുഡുകളും മൈക്കുകളും നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇതേപോലെ ഒട്ടിച്ച് എഡ്ജ് ബാൻഡ് ചെയ്ത് നമുക്ക് തിരിച്ച് ഡെലിവറി ചെയ്യും? നമുക്ക് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ അറൗണ്ട് ഒരു 100 ഷീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 45 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും. 100 ഷീറ്റാണ് 45 ദിവസത്തിന്. ചിലപ്പോൾ ഒരു കിച്ചൺ വർക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ബെഡ്റൂമിന്റെ വർക്ക് ഒക്കെ അങ്ങനത്തെ കേസുകളിലൊക്കെ നമുക്ക് 1 വീക്കിന്റെ ഉള്ളിൽ തന്നെ ചെയ്യാം, ഒരാഴ്ചന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റും. മെറ്റീരിയൽസ് എല്ലാം അവൈലബിലിറ്റി കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഇനിയിപ്പോൾ ഞാൻ പ്ലൈവുഡും മൈക്ക് മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഇത് ഒട്ടിക്കാൻ ഗമ്മ് വേണമല്ലോ, ആ ഗമ്മ് ഞാൻ പ്രൊവൈഡ് ചെയ്യും? വേണ്ട, ഗമ്മ് നമ്മൾ കമ്പനിയിൽ നിന്ന് പ്ലൈവുഡിനുള്ള ഗമ്മ് ചെയ്യുന്നുണ്ട്.
ഈറ്റെക്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് അതായത് മൾട്ടിവുഡിന്റെ മുകളിൽ ഒട്ടിക്കുമ്പോൾ നമ്മൾ ഹീറ്റെക്സ് യൂസ് ചെയ്യണം. ചെയ്യാറ്. അപ്പൊ അതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാതെ നമ്മളിവിടുന്ന് കമ്പനിയിൽ നിന്ന് എടുക്കും, സെപ്പറേറ്റ് ആണ് അതിന്റെ എമൗണ്ട് വരിക എന്നുള്ളത് മാത്രം. ഗമ്മിന്റെ എക്സ്പെൻസ് ഞാൻ നമ്മള് ഗം അടക്കമുള്ള കോസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര കാലം? ഇപ്പൊ ഒരു വർഷം ആവാനായി, അടുത്ത മാസത്തിന് 2-ാം തീയതി ഒരു വർഷം ആവാൻ പോവാണ്. ഓ അത് ശരി. അപ്പൊ ഈ സാധാരണ നമ്മൾ മാനുവലായിട്ട് ജോലിക്കാരെ വെച്ച് ചെയ്യിക്കുന്നതിനേക്കാളും കൂടുതൽ ഇതേപോലെ മെഷീനറീസ് വെച്ച് ചെയ്യിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ? നമുക്ക് ഇതിന്റെ പെർഫെക്ഷനും പിന്നെ ടൈമും, അതാണ് മെയിൻ അഡ്വാൻറ്റേജ് ഉള്ളത്. അത് തന്നെയാണ് നമുക്ക് ഒരു ഫിനിഷിങ് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ടൈം, നമുക്ക് ഒരു വർക്ക് ചെയ്യുന്ന സാധാരണ 3 മാസമൊക്കെ പിടിക്കുന്ന വർക്ക് നമുക്ക് ഒരു 1.5 മാസം കൊണ്ട് 1 മാസം കൊണ്ടൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, പെർഫെക്ഷനും ടൈമും മാത്രമല്ല കോസ്റ്റും ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയിൽ ഇതേപോലെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ